ഇതാ ലഞ്ച് കലായി. നമുക്ക് ചോറ്, വെണ്ടക്കായ സാമ്പാർ എളുപ്പത്തിൽ കലാക്കുന്നത്. ഇത് ക്യാരറ്റും കായത്തൊലി ഉപ്പേരി ഏറ്റവും വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഇത്. ഇതാ നെയ്യും പരിപ്പും നമുക്ക് രാജകീയ പദവിയിൽ ഊണ് കഴിക്കാനുള്ളതാണ്. ഇതാ ഇത് പുളിയിഞ്ചി അല്ല, ഇത് ഉള്ളി, മിളക്, പച്ചമുളകൊക്കെ ഇഞ്ചിയൊക്കെ കൂടിയിട്ട് വഴറ്റിയിട്ട് അതിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ശർക്കര ഒഴിച്ചുണ്ടാക്കണം. അപ്പൊ ഇത് ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണണ്ടേ? ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക നമുക്ക്. ഭയങ്കര സ്വാദനം. അപ്പൊ ഈ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയത് നമുക്ക് കിച്ചണിൽ പോയാൽ കാണാം കേട്ടോ. ഇത് നോക്കൂ, പരിപ്പെടുത്തു. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഒരു കട്ടോരി പരിപ്പെടുത്തു. അത് വെള്ളത്തിലിട്ടു, ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് വെള്ളത്തിൽ അടുപ്പിലിട്ടു. ഇതാ കുക്കറിൽ ഇട്ടിരിക്കണു. വെണ്ടക്കായ അരിയണു കേട്ടോ. വെണ്ടക്കായ സാമ്പാറിന് അരിയാണ്. വെണ്ടക്കായ മാത്രമേ ഞാൻ സാമ്പാറിൽ ഇടണു, വേറെ ഒന്നും ഇടണില്ല. 2 കഷ്ണമായിട്ട് അരിയ കേട്ടോ. അവിടെ ക്യാരറ്റ് ഇരിക്കണ്ടേ, ക്യാരറ്റ് അരിഞ്ഞു. ഒരു ക്യാരറ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1-2 ക്യാരറ്റേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് അത് ഗ്രേറ്റ് ചെയ്യണം ക്യാരറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നോക്കൂ, കായത്തൊലി ഉണ്ട്, അത് അരിയണത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇന്നലെ ചെമ്മീൻ കറി ഉണ്ടാക്കിയില്ലേ കായത്തൊലി, ആ കായത്തൊലി അരിഞ്ഞു. ഒന്നും വേസ്റ്റ് ആക്കരുത്. നമ്മൾ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ വേസ്റ്റ് ആക്കി കളയരുത്. കായത്തൊലിയിൽ അത്രയും ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ വേണ്ട കായത്തൊലി വെള്ളത്തിലിട്ട് അരിഞ്ഞിട്ട് കേട്ടോ. ഇതാ കുക്കർ അടുപ്പിൽ വെച്ചു. സാമ്പാറിന്റെ പരിപ്പ് വേവിക്കാൻ അടുപ്പിൽ വെച്ചു. ഇതാ ചീഞ്ചട്ടി കടായി വെച്ചു. കടായിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇത് വെണ്ടക്കായ വറക്കണം. വെണ്ടക്കായ സാമ്പാറിന്റെ വെണ്ടക്കായ വറക്കണം. ഇതാ വറുത്തു. ഇനി ഈ ചീഞ്ചട്ടിയിൽ നമുക്ക് ക്യാരറ്റ് തോരൻ, കായത്തൊലി തോരൻ. കായത്തൊലി തോരൻ നിങ്ങളെല്ലാവരും പരീക്ഷിച്ചിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് കമന്റ്സ് എഴുതും കേട്ടോ. അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്താ കായത്തൊലി വേവിക്കാനും ഞാൻ വെച്ചു ആദ്യം. എന്താ വെച്ചാൽ കായത്തൊലിക്ക് വേവ് കൂടുതലാണ്, നേരെ മറിച്ച് ക്യാരറ്റിന് വേവില്ല. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താൽ അതുകൊണ്ട് 2 സെപ്പറേറ്റ് ചെയ്യണതാണ് ഏറ്റവും ഈസി. ഇതാ ക്യാരറ്റിൽ കായത്തൊലിയിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കായത്തൊലി വേവിക്കാൻ വെച്ചു. ചീഞ്ചട്ടി വെച്ചു. ഇതാ ഉഴുന്ന് പരിപ്പിട്ടു, കടലപ്പരിപ്പിട്ടു, മുളക് ഇട്ടു. വലിയ മുളക് 3ആയിട്ട് മുറിച്ചിട്ടു കേട്ടോ. ആ വലിയ മുളക് മുറിക്കാൻ കിട്ടണില്ല, അതാണ് പ്രശ്നം. അത് കഴിഞ്ഞ് പിന്നെ കടുക്, കറിവേപ്പില ഇട്ടു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. അത് അവിടെ പൊട്ടിണ്ട്. അപ്പോഴേ ഇവിടെ പരിപ്പ് നോക്കുക, സാമ്പാറിന്റെ വെന്തു. തോരന്റെ കടുക് പൊട്ടിയപ്പോൾ എന്ത് ചോദിച്ചെങ്കിൽ ഉള്ളി കുറച്ചുണ്ടായിരുന്നു. കുറച്ച് സബോള ഇട്ട് ഇളക്കി. ആ സബോള എന്ത് ചെയ്തു, ഇനിയിപ്പോ ആ കായത്തൊലി അതിലിട്ടു കേട്ടോ. സബോള ഒന്ന് വഴന്ന് വന്നപ്പോൾ കായത്തൊലി അതിലിട്ടു. ഇനി ക്യാരറ്റ് ഇടണം കേട്ടോ. ക്യാരറ്റിന് ഒട്ടും വേവില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കായത്തൊലി വേറെ വേവിച്ചത് കേട്ടോ. ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് അസലായിട്ട് ഇളക്കുക. ക്യാരറ്റും കായത്തൊലിയും നന്നായി ഇളക്കുക. നല്ല കോമ്പിനേഷൻ ആട്ടോ. ഞാൻ വിചാരിച്ചില്ല എത്ര നല്ല കോമ്പിനേഷനാണ്. ഇതാണ് പുതിയ ഇന്നോവേഷൻസ് ആണ്. നല്ലതാണ്. ഈ മഞ്ഞളിടുക, ഉപ്പിടുക, ഒന്നും വേസ്റ്റ് ആക്കി കളയരുത്. നമുക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റും. ഉപ്പിട്ടു. അത് കഴിഞ്ഞ് നല്ല പോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ചോളൂ കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, സിമ്മിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. അവിടെ സാമ്പാർ നോക്കൂ, പരിപ്പ് വെന്തപ്പോൾ അതിൽ എന്ത് ചെയ്തു, വെണ്ടയ്ക്ക വറുത്തതിട്ടു. പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നിന്നു. ആ പുളി പിഴിഞ്ഞ് ഒഴിച്ചു. പുളി പിഴിഞ്ഞ് ഒഴിക്കണം. ഇതിൽ തക്കാളി ഒന്നും ഇടണില്ലേ ഈ സാമ്പാറിൽ കേട്ടോ. പുളി പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി ഉപ്പ് നോക്കുക, എന്നിട്ട് അത് തിളക്കട്ടെ. പുളി തിളച്ചതിന് ശേഷം സാമ്പാർ പൊടി ചേർത്താൽ മതി കേട്ടോ. ഒരു ഇത്തിരി മുളക് പൊടി ഇട്ട് വെച്ചോളൂ സാമ്പാറിൽ. നല്ല പോലെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് സാമ്പാർ തിളക്കട്ടെ. ഇനി അപ്പുറത്ത് ചീഞ്ചട്ടി വെച്ചു. കടായി വെച്ചിട്ട് എന്ത് ചെയ്തു, കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ഉലുവ, കുറച്ച് മണി ഉലുവ, അതായത് ഉലുവ, കറിവേപ്പില, മുളക്, അങ്ങനെ കടുക് വറുത്തിടാനുള്ള, സാമ്പാറിന് വറുത്തിടാനുള്ള എല്ലാ സാധനങ്ങളും അതിലിട്ടു. ഉലുവ ഇടണം, ഉലുവ മറക്കരുത്. പൊട്ടിയപ്പോൾ എന്ത് ചെയ്തു, സാമ്പാർ പൊടി ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ സാമ്പാർ പൊടി ഇട്ടു. സാമ്പാർ പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അടുപ്പ് കെടുത്തി ഞാൻ ആ ഗ്യാസ് കെടുത്തി, ഗ്യാസ് ഓഫാക്കി. എന്നിട്ട് ആ സാമ്പാർ പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പം ആ പച്ച ടേസ്റ്റ് പോട്ടെ. അത് സാമ്പാർ പൊടി സാമ്പാറിലേക്ക് ഒഴിച്ചു. ആ കൂട്ടാനിലേക്ക് പരിപ്പ് ഒഴിച്ചതിലേക്ക് ഒഴിച്ചു. പരിപ്പ് പുളിയൊക്കെ കൂടി തിളക്കിയായിരുന്നു. അപ്പം അതിലൊഴിച്ചു. ഇതാ നല്ലോണം തിളക്കിണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വെണ്ടക്കായ കൂട്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. സാമ്പാർ തിളച്ചു. സാമ്പാറും കലായി. എത്ര എളുപ്പമാണ്. ഇനി ഞാൻ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അതിനെന്താ ഉള്ളി, അതെ, ക്യാരറ്റ് ഉപ്പേരി തയ്യാറായി. ക്യാരറ്റ് കായത്തൊലി ഉപ്പേരി തയ്യാറായി. വെരി ഗുഡ്. അത് ഈസി ആയിട്ട് കഴിഞ്ഞു. ഇനി ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതുണ്ട്. ഇനി അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോകണം. ആദ്യം തന്നെ ഒരു നുള്ളു കടുകിടുക, പിന്നെ ഒരു മിളക് പൊട്ടിച്ചിടുക. അത് കഴിഞ്ഞാൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക, 2 ഉലുവ ഇടുക, കറിവേപ്പില ഇടുക. കടുക് വറുത്തിട്ടാണ് പോലെ ചെയ്യുക. കടുക് വറുത്തിടുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ,
വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് പൊട്ടിത്തെറിക്കുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിക്കട്ടെ. ഇതെവിടെ ചോറ് വെന്ത് തുടങ്ങിയിട്ടാ. നല്ല വേവായിട്ടുണ്ട്. ചോറ് വേവാവണം. ചോറ് വാർക്കണം. ഇനി ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത് അതിലാണ് ആ വെളിച്ചെണ്ണ. ഇത് സ്പെഷ്യൽ ഉള്ളിപ്പുളി ഇഞ്ചി. ഇതിന്റെ പേര് സ്പെഷ്യൽ ഉള്ളിപ്പുളി ഇഞ്ചി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സ്പെഷ്യല്. അത് കഴിഞ്ഞ് നല്ല പോലെ കൂടെ ഇളക്കി 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 ബ്രൗൺ കളറായി കേട്ടോ. ബ്രൗൺ കളറായപ്പോൾ ഉപ്പിട്ടിട്ട് ഇളക്കുമോ. ഉപ്പിട്ടിട്ട് ഇളക്കിയാൽ എളുപ്പമാവും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ പുളി പിഴിഞ്ഞ്, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി ഇത് ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നു. ആ പുളി വെള്ളം അതിൽ ഒഴിച്ചു. ആ വെച്ചിട്ട് ഇതിന്ന് തിളക്കട്ടെ. തിളച്ച് നല്ല പോലെ വറ്റട്ടെ. അതിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടോളൂ, ഭംഗിക്ക് വേണ്ടി മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. ഒരേ ലേശം മഞ്ഞപ്പൊടി മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞ് തിളക്കട്ടെ. തിളച്ച് വറ്റട്ടെ. 2 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോഴേക്കും അത് തിളയ്ക്കും. നല്ല ചൂടത്തല്ലേ വെച്ചിരിക്കുന്നത്. കായപ്പൊടി ഇടാൻ മറക്കരുത്. അത് കായപ്പൊടി ഇട്ടിട്ട് അത് തിളച്ച് അവരിരുന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ അങ്ങനെ തിളച്ച് അത് വന്ന് നോക്കും. ഭയങ്കര പുളി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത്തിരി ശർക്കര ചേർക്കും. ശർക്കര ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഉരുക്കിയിട്ട്. അത് കാരണം എനിക്ക് ഈസിയാണ്. 1 ടീസ്പൂൺ ശർക്കര ചേർത്തു. നല്ല ടേസ്റ്റായി. സൈഡ് ഡിഷ് ഉഗ്രൻ ഉള്ളിപ്പുളിയിഞ്ചി എന്നാണ് അതിൻ്റെ പേര്. ഇത് അരി വെന്തു. അരി ഇതാ വാർക്കാൻ പോവാണ്. അതേ വാഷ് മാറ്റി അരി നോക്കിയോളോട്ട് ഒപ്പം കമത്തും. ആ ചീഞ്ചട്ടിയിൽ അതിന് സ്ഥലം പോരാ. അപ്പം ഞാൻ കുക്കറിൽ വെക്കാൻ പോവാട്ടോ. ചോറ് കലായി, സാമ്പാർ കലായി. വെണ്ടക്കായ സാമ്പാർ വളരെ ഈസി സാമ്പാർ. പരിപ്പും തേങ്ങയും, ചോറ്, പപ്പടം, തോരൻ, അതായത് കായത്തൊലി ക്യാരറ്റ് തോരൻ. ഇത് സ്പെഷ്യൽ കറിയാണ്. ഉള്ളി എന്താ പറയുക, ഉള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സബോള അതിൽ പുളി ചേർത്ത്. പുളിയിഞ്ചി അല്ല, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അപ്പം അറിയാം. അപ്പോൾ അത് കാരണം കൂടെ എല്ലാവരും കഴിച്ചു നോക്കൂ. ഇഷ്ടപ്പെടും. എന്നിട്ട് കമൻസ് എഴുതൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതിന് ഹൈപ്പും ചെയ്യണം കേട്ടോ. അപ്പോൾ ഹൈപ്പുണ്ട് അത്രേ, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതും കൂടെ ചെയ്യണം കേട്ടോ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭം.